ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നെറ്റ്വർക്ക് തിയറി എന്ന് പറയുന്ന സബ്ജക്റ്റിൽ ടു പോർട്ട് നെറ്റ്വർക്ക് അനാലിസിസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഗേറ്റിൽ ഏറ്റവും റീസെൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്കറിയാം നെറ്റ്വർക്ക് തിയറി എന്ന് പറയുന്ന സബ്ജക്റ്റിൽ ടു പോർട്ട് നെറ്റ്വർക്ക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് സ്ഥിരമായിട്ട് എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ എങ്ങനെയാണ് വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് അവർ ഫ്രെയിം ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മൾ ആ ക്വസ്റ്റ്യൻസ് എളുപ്പത്തിൽ ആൻസർ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ്: ദ Z പാരാമീറ്റർ മാട്രിക്സ് ഫോർ ദ ടു പോർട്ട് നെറ്റ്വർക്ക് ഷോൺ ഈസ്. ഒരു മാട്രിക്സ് തന്നിട്ടുണ്ട്, Z പാരാമീറ്റർ മാട്രിക്സ് തന്നിട്ടുണ്ട്. വേർ ദ എൻട്രീസ് ആർ ഇൻ ഓം. ഓരോ എൻട്രീസും ഓരോ പാരാമീറ്ററിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്തിലാണ്? ഓമിലാണ് തന്നിട്ടുണ്ട്. സപ്പോസ് ZB ഓഫ് J omega is equal to RB plus J omega. അപ്പോൾ നമ്മൾ ടു പോർട്ട് നെറ്റ്വർക്ക് ഇവിടെ തന്നിരിക്കുന്നതിൽ ZA, ZB, ZC എന്ന് പറഞ്ഞ ഡിഫറെന്റ് ഇമ്പിഡൻസ് എലിമെന്റ്സ് നിങ്ങൾക്ക് കാണാം. അതിൽ ZB എന്ന് പറയുന്ന പർട്ടിക്കുലർ എലിമെന്റിന്റെ വാല്യൂ വരെ തന്നിട്ടുണ്ട്. ആ വാല്യൂവിലെല്ലാം നോൺ വാല്യൂസ് അല്ല, RB എന്ന് പറയുന്ന ഒരു വേരിയബിൾ അവർ യൂസ് ചെയ്തിട്ടുണ്ട്. ചോദിച്ചിരിക്കുന്നത് then the value of RB in ohms എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിൻ്റെ അകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് തന്നിരിക്കുന്ന നെറ്റ്വർക്ക് നിങ്ങളൊന്ന് നോക്കുക. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ടു പോർട്ട് നെറ്റ്വർക്ക്. ഈ ടു പോർട്ട് നെറ്റ്വർക്കിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഏത് ടൈപ്പ് നെറ്റ്വർക്ക് ആണ്? അതൊരു T ടൈപ്പ് നെറ്റ്വർക്ക് ആണ്. T ഷേപ്പിൽ ഇംപിഡൻസുകൾ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു നെറ്റ്വർക്ക് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ഒരു T ഷേപ്പിൽ ഉള്ള ഇംപിഡൻസ് അറേഞ്ച് ചെയ്തിട്ടുള്ള നെറ്റ്വർക്ക് തന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ Z പാരാമീറ്റേഴ്സ് ഡയറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റും. നമുക്കല്ലാതെ ഇവാലുവേറ്റ് ചെയ്ത് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ സാധാരണ ഒരു ടു പോർട്ട് നെറ്റ്വർക്ക് തന്നു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഒരു പാരാമീറ്റർ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? അതിനെടുത്ത് അതിൻ്റെ പാരാമീറ്റർ എഴുതും. പാരാമീറ്റർ എഴുതി അതിൻ്റെ കണ്ടീഷൻസ് അപ്ലൈ ചെയ്ത് ഓരോ പാരാമീറ്റേഴ്സ് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യാറ്. പക്ഷെ ഇവിടെ അതിന്റെ ആവശ്യമില്ല. കാരണം T നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഒരു നെറ്റ്വർക്കിന്റെ അകത്ത് എലിമെന്റ്സ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ Z പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ മൊത്തത്തിലുള്ള Z പാരാമീറ്റേഴ്സ് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ദാറ്റ് ഈസ് Z ഈസ് ഈക്വൽ ടു എന്താ? T നെറ്റ്വർക്കിന്റെ Z നമ്മൾ എങ്ങനെ എഴുതുക? Z ഈസ് ഈക്വൽ ടു 4 എലിമെന്റ്സ് ഉണ്ടാവും. ആ 4 എലിമെന്റ്സിന് നമ്മൾ എങ്ങനെ എഴുതുക? ഈ എലിമെന്റ് പ്ലസ് ഈ എലിമെന്റ്, ദാറ്റ് ഈസ് ZA പ്ലസ് ZC. അതായിരിക്കും ഫസ്റ്റ് എലിമെന്റ്. ZA പ്ലസ് ZC, ദിസ് ഈസ് ദ ഫസ്റ്റ് എലിമെന്റ്. ദെൻ ദ കോമൺ എലിമെന്റ് ZC. ഹിയർ ഓൾസോ ZC. പിന്നെ വരുന്നത് ZC പ്ലസ് ZB. ZC പ്ലസ് ZB. ഇങ്ങനെയാണ് ഒരു T നെറ്റ്വർക്ക് ഇതുപോലെ ഇംപിഡൻസിനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു T നെറ്റ്വർക്കിന്റെ Z പാരാമീറ്ററിന്റെ ഡയറക്റ്റ് കാൽക്കുലേഷൻ ആണ് ഇത്. വേർ ദിസ് ZA പ്ലസ് ZC ഈസ് Z11, ZC ഈസ് Z12, ZC ഈസ് Z21, ZC പ്ലസ് ZB ഈസ് Z22. ഇതാണ് 4 എലിമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ആ 4 എലിമെന്റ്സ് അറിയാം. അങ്ങനെയാണെങ്കിൽ അതിൽ ഒരു പർട്ടിക്കുലർ എലിമെന്റിന്റെ വാല്യൂ തന്നിട്ടുണ്ട്, കൂടാതെ ആ മാട്രിക്സ് ഒറിജിനൽ വാല്യൂസ് ഇതൊക്കെയാണ് എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ രണ്ട് സംഭവങ്ങളും ഈക്വൽ ആണ്. അപ്പൊ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് എഴുതാം? ZA പ്ലസ് ZC എന്ന് പറയുന്നത് 2J ഒമേഗയാണ്, ZC എന്ന് പറയുന്നത് J ഒമേഗയാണ്, ZC എന്ന് പറയുന്നത് J ഒമേഗ. ഡയഗണൽ എലിമെന്റ്സ് സെയിം ആണ്. എന്തുകൊണ്ടാണ് ഡയഗണൽ എലിമെന്റ്സ് സെയിം ആവുന്നത്? ഡയഗണൽ എലിമെന്റ്സ് സെയിം ആണെങ്കിൽ, അതായത് ഒരു Z പാരാമീറ്റർ മാട്രിക്സിൽ ഡയഗണൽ എലിമെന്റ്സ് സെയിം ആണെങ്കിൽ ആ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും? ആ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് റെസിപ്രോക്കൽ നെറ്റ്വർക്ക് ആയിരിക്കും. റെസിപ്രോക്കൽ നെറ്റ്വർക്കിന്റെ Z12ഉം Z21ഉം സെയിം ആയിരിക്കും. ഓക്കെ. സിമിലർലി ZC പ്ലസ് ZB ഈസ് ഈക്വൽ ടു 3 പ്ലസ് 2J ഒമേഗ. ഇത്രയാണ് വാല്യൂസ് നമുക്ക് തന്നിരിക്കുന്നത്. പക്ഷെ നമുക്ക് എല്ലാം ഒന്നും കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് കമ്പയർ ചെയ്യേണ്ട എന്താ? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് RBയുടെ വാല്യൂ. RB എന്ന് പറയുന്നത് ഏതിന്റെയാ? ZB J ഒമേഗ എന്ന് പറയുന്ന ഇംപിഡൻസിന്റെ വാല്യൂ മാത്രമാണ്. അപ്പൊ നമുക്ക് ടേംസ് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതിലെവിടെയും ZB എന്ന് പറയുന്ന എലിമെന്റ് സിംഗിൾ ആയിട്ട് ഇരിക്കുന്നില്ല, അല്ലെ? ZB എപ്പോഴും കമ്പൈൻഡ് ആയിട്ടാണ്, ZCയുടെ കൂടെ കമ്പൈൻഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ZB പ്ലസ് ZC എന്ന് പറയുന്നതിന് ഈക്വലന്റ് ആയിട്ടുള്ള ടേം നിങ്ങൾക്ക് ഇവിടെ കാണാം. സോ ZB പ്ലസ് ZC ഈസ് ഈക്വൽ ടു ZB പ്ലസ് ZC ഈസ് ഈക്വൽ ടു ഏതാ അതിന് ഈക്വലന്റ് ആയിട്ടുള്ള എലിമെന്റ്? 3 പ്ലസ് 2J ഒമേഗ. കറക്റ്റ് ആണല്ലോ? ഇനി ഇതിന്റെ അകത്ത് നമുക്ക് രണ്ട് അൺനോൺസാ, ZBയും ZCയും നമുക്കറിയില്ല. പക്ഷെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ മാട്രിക്സും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ZC എന്ന് പറയുന്ന എലിമെന്റ് സിംഗിൾ ആയിട്ടായിരിക്കും, അല്ലേ? ഇവിടെ ZC, ഇവിടെ ZC, ഇവിടെ J ഒമേഗ, ഇവിടെ J ഒമേഗ. സോ വി ക്യാൻ ഡയറക്ട്ലി റൈറ്റ് ZC ഈസ് ഈക്വൽ ടു J ഒമേഗ. ഇങ്ങനെ രണ്ട് വാല്യൂസും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ZB എഴുതിക്കൂടെ? വാട്ട് ഈസ് ZB? ZB ഈസ് ഈക്വൽ ടു 3 പ്ലസ് 2J ഒമേഗ മൈനസ് ZC. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 പ്ലസ് 2J ഒമേഗ മൈനസ് ZCയുടെ വാല്യൂ എത്രയാ? J ഒമേഗ. സോ ദിസ് ഈസ് ഈക്വൽ ടു, വി വിൽ ഗെറ്റ് ഇറ്റ് ആസ് 3 പ്ലസ് J ഒമേഗ എന്ന് കിട്ടും. അപ്പൊ ZBയുടെ വാല്യൂ നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയത് എത്രയാ? 3 പ്ലസ് J ഒമേഗ. ക്വസ്റ്റ്യനിൽ ZBയുടെ വാല്യൂ തന്നിരിക്കുന്നത് എന്താ? ക്വസ്റ്റ്യനിൽ ZBയുടെ വാല്യൂ തന്നിരിക്കുന്നത് RB പ്ലസ് J ഒമേഗ. സോ ഹിയർ RBയുടെ ഇക്വലന്റ് ആയിട്ട് ഇവിടെ വരുന്നത് എന്താ? 3. സോ
RB value, we can directly write it as RB is equal to 3 ohms. ഓക്കെ, ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നതല്ലേ ദ വാല്യൂ ഓഫ് RB ഈക്വൽസ്. അപ്പൊ നമുക്ക് ഇതിൻ്റെ അകത്ത് നമുക്ക് എന്തുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റിയത് നമുക്ക് ഇങ്ങനെ ഒരു മാട്രിക്സ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു 2 പോർട്ട് നെറ്റ്വർക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ 2 പോർട്ട് നെറ്റ്വർക്ക് T ഷേപ്പിലുള്ള T നെറ്റ്വർക്ക് ആണെങ്കിൽ അതിൻ്റെ അകത്തുള്ള എലിമെന്റ്സ് ഇതുപോലെ ഇമ്പിഡൻസ് എലിമെന്റ്സ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ മൊത്തത്തിലുള്ള Z മാട്രിക്സ് ഇതാണ് എന്ന് നമുക്ക് അറിയാമെങ്കിലാണ് ഇത് എളുപ്പത്തിൽ നമുക്ക് എഴുതാൻ പറ്റുന്നത്. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ ഓരോ പാരാമീറ്റേഴ്സ് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യേണ്ടി വരും, Z പാരാമീറ്റേഴ്സ് ഇവാലുവേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ ഒരു ഡിഫിക്കൽട്ടീസ് ഇവിടെ ഉണ്ടാവില്ല, കാരണം നമ്മൾ ഡയറക്ട്ലി ഈ സംഭവം നമ്മൾ ഓർത്തിരിക്കണം. ഓക്കെ, അതാണ് ഈ ക്വസ്റ്റിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് 2 പോർട്ട് അഡ്മിറ്റൻസ് മാട്രിക്സ് ഓഫ് ദ സർക്യൂട്ട് ഷോൺ ഈസ് ഗിവൺ ബൈ. അപ്പൊ നേരത്തെ നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഇംപിഡൻസ് മാട്രിക്സിനെ ബേസ് ചെയ്തിട്ടുള്ളതായിരുന്നു. ഇത് വരുന്നത് അഡ്മിറ്റൻസ് മാട്രിക്സ് അല്ലെങ്കിൽ Y മാട്രിക്സിനെ ഉദ്ദേശിച്ചിട്ടുള്ള അല്ലെങ്കിൽ ആ സെക്ഷൻ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് ഈ സെക്ഷനിൽ വരുന്നത്. അതിൽ Y മാട്രിക്സ് അഡ്മിറ്റൻസ് മാട്രിക്സിന് പറയുന്ന വേറൊരു പേരാണ് എന്ത്? Y മാട്രിക്സ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നെറ്റ്വർക്ക് അനാലിസിസിൽ നമുക്കറിയാം 2 പോർട്ട് അനാലിസിസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ഓരോ പാരാമീറ്റർ ചോദിക്കുന്ന സമയത്തും ആ പാരാമീറ്റർ എന്താണ് എന്ന് ഡിഫൈൻ ചെയ്യലും കാര്യങ്ങളൊക്കെ ആദ്യം ചെയ്യേണ്ടി വരും. പക്ഷേ നമ്മളിവിടെ ആ ഒരു മെത്തേഡിലെ എല്ലാ കാര്യങ്ങൾ സോൾവ് ചെയ്യുന്നത്, ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്നത് നമ്മൾ ഡെഫിനിഷൻസ് വെച്ചിട്ടല്ല, പകരം ഒരു നെറ്റ്വർക്ക് തന്നിരിക്കുന്ന നെറ്റ്വർക്ക് തന്നു കഴിഞ്ഞാൽ ആ നെറ്റ്വർക്ക് ഏത് ഷേപ്പിലാണ് അല്ലെങ്കിൽ ഏത് രീതിയിലാണ് അതിൻ്റെ അകത്തുള്ള എലിമെന്റ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, ആ എലിമെന്റ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതിക്ക് അനുസരിച്ച് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ പാരാമീറ്ററിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അപ്പം മൊത്തം അതൊരു ഷോർട്ട് കട്ട് മെത്തേഡാണ് ആക്ച്വലി. സോ ഇവിടെ തന്നിരിക്കുന്ന നെറ്റ്വർക്ക് എന്ന് പറയുന്നത് എന്താ? ഇവിടെ തന്നിരിക്കുന്ന നെറ്റ്വർക്ക് എന്ന് പറയുന്നത് പൈ നെറ്റ്വർക്ക് ആണ്. പൈ ഷേപ്പിൽ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന നെറ്റ്വർക്ക് ആണ് ഇവിടെ തന്നിരിക്കുന്ന നെറ്റ്വർക്ക്. ഈ പൈ നെറ്റ്വർക്കിന്റെ അഡ്മിറ്റൻസ് പാരാമീറ്റർ നമുക്ക് ഡയറക്ട്ലി നമുക്ക് അവൈലബിൾ ആണ്. നേരത്തെ നമ്മൾ T നെറ്റ്വർക്ക് കണ്ടില്ലേ, Z പാരാമീറ്റർ ഇവാലുവേറ്റ് ചെയ്യാൻ T നെറ്റ്വർക്ക് കണ്ടു. അതിൻ്റെ അകത്ത് നമ്മൾ ഡയറക്ട്ലി Z പാരാമീറ്റർ എഴുതി. അതേപോലെ ഇവിടെ തന്നിരിക്കുന്നത് പൈ നെറ്റ്വർക്ക് ആണ്. ഈ പൈ നെറ്റ്വർക്ക് അല്ലെങ്കിൽ ഇതിന്റെ ഡെൽറ്റ നെറ്റ്വർക്ക് എന്ന് പറയും. ഈ ഡെൽറ്റ നെറ്റ്വർക്കിന്റെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് എഴുതാം? Y പാരാമീറ്റർ എഴുതാം. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. നമ്മളെ പൈ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡെൽറ്റ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് പൈ ഷേപ്പിൽ, അത് തന്നെ അതിന്റെ എലിമെന്റ്സ് എന്ന് പറയുന്നത് അഡ്മിറ്റൻസുകൾ ആണെങ്കിലാണ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അതിന്റെ ഫോർമുലാസ് ഉള്ളത്. അതായത് ഇപ്പൊ നമ്മുടെ കയ്യിൽ ഇതുപോലെ ഒരു 2 പോർട്ട് നെറ്റ്വർക്ക് ഉണ്ട്. ഈ 2 പോർട്ട് നെറ്റ്വർക്കിലെ നെറ്റ്വർക്ക് എലിമെന്റ്സ് എന്ന് പറയുന്നത് ലെറ്റ് ഇറ്റ് ബി YA, YC ആൻഡ് YB. ഇങ്ങനെയാണ് തന്നിട്ടുണ്ട് എന്ന് വിചാരിക്കാം. ഇങ്ങനെയാണ് തന്നിട്ടുള്ളതെങ്കിൽ നമുക്ക് ഇതിന്റെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇതിന്റെ Y പാരാമീറ്റർ എഴുതാം. Y ഈസ് ഈക്വൽ ടു എങ്ങനെയാ? നമ്മൾ നേരത്തെ T നെറ്റ്വർക്കിൽ എങ്ങനെ Z പാരാമീറ്റർ എഴുതിയോ അതേപോലെ തന്നെയാണ് ഇവിടെ എഴുതുക. Y ഈസ് ഈക്വൽ ടു ഫസ്റ്റ് എലിമെന്റ് Y11 എലിമെന്റ് എന്ന് പറയുന്നത് YA പ്ലസ് YC, YA പ്ലസ് YC. പിന്നെ കോമൺ ആയിട്ട് വരുന്ന ഈ എലിമെന്റ് ആണ് സെക്കൻഡ് എലിമെന്റ് YC. ആ സെയിം എലിമെന്റ് തന്നെയാണ് ഇപ്പുറം വരിക YC. ഈ എലിമെന്റ് എന്ന് പറയുന്നത് YC പ്ലസ് YB. അപ്പൊ ഇതാണ് നമ്മുടെ 4 എലിമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഡയറക്റ്റ് ആയിട്ട് ഒരു പൈ നെറ്റ്വർക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് മാത്രം പോരാ, ആ തന്നിരിക്കുന്ന പൈ നെറ്റ്വർക്കിലെ എല്ലാ എലിമെന്റ്സും അഡ്മിറ്റൻസ് എലിമെന്റ്സ് ആണെങ്കിൽ, ഇമ്പിഡൻസ് അല്ല അഡ്മിറ്റൻസിലാണ് തന്നിരിക്കുന്നതെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇതുപോലെ പൈ പാരാമീറ്റർ കണ്ടുപിടിക്കാം. നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് എന്താ? 2 പോർട്ട് അഡ്മിറ്റൻസ് മാട്രിക്സ് അല്ലെങ്കിൽ Y മാട്രിക്സ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ ഒരു പ്രശ്നമുണ്ട്. ക്വസ്റ്റ്യനിൽ അഡ്മിറ്റൻസുകൾ അല്ലെങ്കിൽ ബ്രാഞ്ചിലെ വാല്യൂസ് തന്നിരിക്കുന്നത് അഡ്മിറ്റൻസ് ആയിട്ടല്ല. നോക്കിയേ, യൂണിറ്റ് നോക്കിയേ, ഓം ഓം ഓം. ഓംസ് എന്ന് പറയുന്നത് അഡ്മിറ്റൻസിന്റെ യൂണിറ്റ് അല്ല, പകരം ഇമ്പിഡൻസിന്റെ യൂണിറ്റ് ആണ്. അപ്പൊ ഇവിടെ തന്നിരിക്കുന്നതൊക്കെ എന്താണ്? Z വാല്യൂസ് ആണ്. അപ്പൊ Z വാല്യൂസ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഡയറക്റ്റ് ആയിട്ട് ഈ ഫോമുല അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആ Z വാല്യൂസിനൊക്കെ Y വാല്യൂസ് ആയിട്ട് ഫസ്റ്റ് കൺവേർട്ട് ചെയ്യണം. സോ വി ക്യാൻ കൺവേർട്ട് ദ Z വാല്യൂസ്. എങ്ങനെയാ? 10 എന്ന് പറയുന്നത് Z ആണെങ്കിൽ അതിന്റെ Y വാല്യൂ എത്രയായിരിക്കും? 1/Y ആണ്, അല്ലെങ്കിൽ 1/Z ആണ് Y അല്ലേ? നമുക്കറിയാം അഡ്മിറ്റൻസും ഇമ്പിഡൻസും ഇൻവേഴ്സ് റിലേഷനിലാണ്. സോ Y ഈസ് ഈക്വൽ ടു 1/Z. അപ്പൊ നമ്മൾ അതിൽ ഓരോ എലിമെന്റ്സിനെ നമ്മൾ എന്താക്കി മാറ്റണം? Y വാല്യൂസ് ആക്കി മാറ്റണം. അപ്പൊ നമ്മൾ നെറ്റ്വർക്ക് എന്തായിട്ടാ വരിക? ഒന്ന് നോക്കിയേ. ഈ 10 എന്ന് പറയുന്നത് ഇമ്പിഡൻസ് ആണെങ്കിൽ അതിന്റെ അഡ്മിറ്റൻസ് വാല്യൂ എത്രയായിരിക്കും? 1/10 ഓ. അതേപോലെ 5 എന്ന് പറയുന്ന ഇമ്പിഡൻസ് വാല്യൂ ആണെങ്കിൽ അതിന്റെ അഡ്മിറ്റൻസ് വാല്യൂ എത്രയായിരിക്കും? 1/5. 10 എന്ന് പറയുന്നത് ഇമ്പിഡൻസ് വാല്യൂ എങ്കിൽ അതിന്റെ അഡ്മിറ്റൻസ് വാല്യൂ എന്തായിരിക്കും? സോ ദീസ് ആർ നൗ അഡ്മിറ്റൻസ് വാല്യൂസ്. ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി? പൈ നെറ്റ്വർക്ക് ഇൻ ടേംസ് ഓഫ് അഡ്മിറ്റൻസ് വാല്യൂസ് കിട്ടി. അപ്പൊ 1/10 എന്ന് പറയുന്നത് എത്രയാ? 1/10 എന്ന് പറയുന്നത് 0.1, 1/5 എന്ന് പറയുന്നത് 0.2, 1/10 എന്ന് പറയുന്നത് 0.1.
അപ്പോൾ ഒരു ഡെൽറ്റ നെറ്റ്വർക്ക് അല്ലെങ്കിൽ പൈ നെറ്റ്വർക്കിൽ എല്ലാ എലിമെന്റ്സും അഡ്മിറ്റൻസ് ആയിട്ടാണ് നമുക്ക് തന്നിരിക്കുന്നതെങ്കിൽ നമുക്ക് ഡയറക്ട്ലി എന്ത് എഴുതാം, അതിന്റെ വൈ മാട്രിക്സ് എഴുതാം. സോ ദ കംപ്ലീറ്റ് വൈ മാട്രിക്സ് ഈസ് ഈക്വൽ ടു എന്താ വരിക പറഞ്ഞേ, ഫസ്റ്റ് എലിമെന്റ് എന്ന് പറയുന്നത് അതായത് y11 എന്ന് പറയുന്നത് എന്താ എഴുതുക, ദിസ് എലിമെന്റ് പ്ലസ് ദിസ് എലിമെന്റ്, അതിന്റെ രണ്ടിന്റെ അഡ്മിറ്റൻസ് വാല്യൂ. സോ 0.1 പ്ലസ് 0.2. സെക്കൻഡ് എലിമെന്റ് എന്ന് പറയുന്നത് എത്രയാ, ഈ എലിമെന്റ് അതിന്റെ അഡ്മിറ്റൻസ് വാല്യൂ. സോ ദിസ് ഈസ് 0.2. സെയിം വാല്യൂ ഈസ് ഹിയർ 0.2. ആക്ച്വലി മൈനസ് ആണ് വരിക, -0.2 -0.2. പിന്നെ വരുന്നത് ഏതാ, പിന്നെ വരുന്നത് 0.1 പ്ലസ് 0.2, ദാറ്റ് ഈസ് 0.3. So this is the complete admittance matrix for the given network. നമുക്ക് ഒറ്റയടിക്ക് നമുക്ക് സ്റ്റെപ്സ് പോലും എഴുതേണ്ട ആവശ്യമില്ല, ഡയറക്ട്ലി നമുക്ക് അതിൻ്റെ അകത്ത് എന്ത് ചെയ്യാം, വാല്യൂസ് എഴുതിയിട്ട് ഡയറക്ട്ലി നമുക്ക് മാട്രിക്സ് എഴുതാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് എങ്ങനെ എഴുതാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ നെറ്റ്വർക്ക് കണ്ടു കഴിഞ്ഞാൽ ആ നെറ്റ്വർക്കിനെ ആദ്യം ഐഡന്റിഫൈ ചെയ്യണം. നേരത്തെ നമ്മൾ ടി നെറ്റ്വർക്ക് കണ്ടു. ടി നെറ്റ്വർക്ക് ആണെങ്കിൽ നമുക്ക് ഡയറക്ട്ലി സെഡ് പാരാമീറ്റർ എഴുതാൻ പറ്റും. അതേപോലെ ഡെൽറ്റ നെറ്റ്വർക്ക് അല്ലെങ്കിൽ പൈ നെറ്റ്വർക്ക് ആണെങ്കിൽ നമുക്ക് ഡയറക്ട്ലി വൈ മാട്രിക്സ് എഴുതാൻ പറ്റും. അപ്പോൾ നമ്മൾ ഡയറക്ട്ലി എന്ത് എഴുതി, വൈ മാട്രിക്സ് എഴുതി. അപ്പോൾ ഈ വൈ മാട്രിക്സ് എഴുതി ഓപ്ഷൻസ് നോക്കുന്ന സമയത്ത് ഓപ്ഷൻസിൽ നിങ്ങൾ നോക്കി ഏത് ആൻസർ വരെ, ഇത് ഇത്ര 0.3 ആണ് അല്ലേ, 0.3 -0.2 -0.2 -3. പക്ഷെ ഓപ്ഷൻസ് നോക്കുന്ന സമയത്ത് ഒന്നിനും എന്തില്ല, മൈനസ് ഉള്ള ഓപ്ഷൻസ് ഒന്നുമില്ല. പക്ഷേ 4 ഓപ്ഷൻസും തന്നിട്ടുമുണ്ട്. അപ്പോൾ ആക്ച്വലി നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മാക്സിമം മാഗ്നിറ്റ്യൂഡ് ഫോക്കസ് ചെയ്യാൻ വേണ്ടി നോക്കുക. അതായത് -0.2 ഇല്ലെങ്കിൽ +0.2 ഉണ്ടോ നോക്കുക. ഓപ്ഷൻ എ എന്ന് നോക്കിയേ, 0.3 0.2 0.2 0.3. അപ്പോൾ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഓപ്ഷൻ ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. സോ ഓപ്ഷൻ എ ഈസ് ദ ആൻസർ. അല്ലാതെ ഇതിന്റെ ആൻസറിൽ മൈനസ് ഇല്ലല്ലോ എന്ന് വിചാരിച്ച് ആൻസർ ചെയ്യാതിരിക്കരുത്. കാരണം അഡ്മിറ്റൻസ് വാല്യൂ എന്ന് പറയുന്നത് നമുക്കറിയാം, റെസിസ്റ്റൻസ് ആണെങ്കിലും അഡ്മിറ്റൻസ് ആണെങ്കിലും ആക്ച്വലി നമുക്ക് കിട്ടേണ്ടത് എന്താ, പോസിറ്റീവ് വാല്യൂസ് ആണ് നമുക്ക് കിട്ടേണ്ടത്. ഓക്കെ, അപ്പോൾ ആ പോസിറ്റീവ് വാല്യൂസ് തന്നിട്ടുണ്ടെങ്കിൽ ആ പോസിറ്റീവ് വാല്യൂസ് ഡയറക്ട്ലി ചൂസ് ചെയ്യാം. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ 2 പോർട്ട് നെറ്റ്വർക്ക് അനാലിസിസ് എന്നുള്ള കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മൾ നെക്സ്റ്റ് സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.